ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാം ചില എളിയ സഹോദരന്മാരുടെ ഭാവനയിൽ നിന്ന് ഉരുവായതും തികച്ചും സാങ്കല്പികം മാത്രമാണെന്നും ഓർമ്മിപ്പിക്കട്ടെ. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തിനെയോ കുറിച്ചല്ല, മറിച്ച് പൊതുസമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ദൈവിക വെളിപ്പാട് ലഭിച്ച അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടി 2026 ആരാധനയ്ക്കായി പോകുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭം. രണ്ടുപേരുടെയും ചില സംശയങ്ങളും അതിൻ്റെ മറുപടിയും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. മോനെ യേശോ, മണിയൻ ജാവാറായി, ചർച്ചിൽ പോവാൻ സമയമായി. നീ എവിടെയാ? വേഗം ഒരുങ്ങ്, വേഗം റെഡിയാവ്. യേശോ, ഇവനെ കാണാനുമില്ലല്ലോ. ഇത് എവിടെ പോയി കിടക്കാം? ഇനി കിടന്നുറങ്ങാണോ? യേശോ, എന്താപ്പാ വരുവാ? യേശോ, ആരാധനയ്ക്ക് പോകാൻ റെഡി ആയില്ല ഇതുവരെ? ഞാൻ എപ്പോഴേ റെഡിയാണപ്പാ. നീ ആരാധനയ്ക്കല്ലേ പോകുന്നേ, ആനിവേഴ്സറിക്കല്ലല്ലോ. നിന്റെ വേദപുസ്തകം എവിടെയാ? അപ്പൊ ബൈബിളും പാട്ടും എല്ലാം ഇതിനകത്തുണ്ട്. ബാക്കിയൊക്കെ പാസ്തറിയില്ലേ. വണ്ടി വരാൻ കുറച്ച് സമയം എടുക്കും. നീ ഇവിടെ വന്നിരിക്കേ, എന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ട്രാഫിക് ബ്ലോക്ക് ആണെന്നല്ലേ പറഞ്ഞത്, ഈ ആഴ്ച അത് തന്നെ പറയാം നമുക്ക്. എടാ മോനെ യേശു, യഹോവ ഇരയെന്ന് കേട്ടിട്ടുണ്ട്. ഇത് എന്താണ് ഇത് പാസ്റ്റർ ഇര? അപ്പൊ ഈ പാസ്റ്റർ ഇര എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദേവദാസം വരുന്ന ഉടനെ അദ്ദേഹം ലാപ്ടോപ്പ്, പ്രൊജക്ടർ ഇതെല്ലാം കൊണ്ടുവരും. നമുക്കിങ്ങനെ പോയി ചുമ്മാ നോക്കി വായിച്ചാൽ മാത്രം മതി. അതാണ് പാസ്റ്റർ ഇര. അത് മാത്രമല്ല, ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച് ഫുൾ AI ആയിരിക്കും. AI ആയിരിക്കും. മനസ്സിലായോ? ഈ എന്താണ് ഈ അടിപിടിയൊന്നല്ലേ? അത് ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ടല്ലോ. അപ്പ AI എന്ന് വെച്ചാൽ അടിയും ഇടിയുമല്ല, ഇത് കമ്പ്യൂട്ടർ യുഗമാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്ററായിട്ട് വരുന്നത് വല്ല റോബോട്ടുമായിരിക്കും. അത് മാത്രമല്ല, റോബോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും പുതിയ മെസ്സേജ് കേൾക്കാൻ പറ്റും. നമുക്കൊക്കെ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നിർത്തുകയും ചെയ്യും. ഇനി നമുക്ക് പ്രസംഗത്തിന്റെ വിഷയം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് മാറ്റുവാനും കഴിയും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, അന്ത്യകാലം അല്ലാതെ എന്തു പറയാനാ? ഇങ്ങനെ ഒരു റോബോട്ട് ഉണ്ടെങ്കിൽ നമുക്കും ഒരെണ്ണം വാങ്ങണം. എന്നും ഈ ചോറും സാമ്പാറും നിന്നും മടുത്ത്. അപ്പൊ അതിന് റോബോട്ടൊന്നും വേണ്ട. 10 മിനിറ്റിൽ ഇഷ്ടമുള്ള ഫുഡ് എത്തിക്കുന്ന ആപ്പ് എന്നുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിലെ പോലെ ചായ പറഞ്ഞ കാപ്പി, കാപ്പി പറഞ്ഞ ചായ, അങ്ങനെയൊന്നുമല്ല. ഇഷ്ടമുള്ള ഫുഡ് കിട്ടും നമുക്ക്. അതിന് ഫോൺ നിറച്ച ആപ്പല്ലേ ഇന്ന്. ചുരുക്കി പറഞ്ഞ ജീവിതം മൊത്തം ആപ്പിലായില്ലേ? ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഫുഡ് ഉണ്ടെന്ന് കഴിഞ്ഞ സെക്രട്ടറി പറഞ്ഞിരുന്നു. സെക്രട്ടറി ഫുഡിന്റെ കാര്യം മാത്രമേ പറഞ്ഞല്ലോ? സത്യത്തിൽ ഞാനത് മാത്രമേ കേട്ടുള്ളൂ. ബാക്കിയെല്ലാം പതിപോലെ ആയിരിക്കുമല്ലോ. ഇന്നെന്താ പ്രത്യേകത മോനെ? നമ്മുടെ ഫെവിൻ പ്രോയുടെ അമ്മ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചതായിരുന്നു. അതിന്റെ ഫുഡാണ്. അപ്പൊ അതിനെ കുറച്ച് നേരത്തെ ഇറങ്ങണം, ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. അതിനെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. പുറകിലിരിക്കുന്ന ആളുകളെ കൂടുതലാണ് കുറവിലിരിക്കുന്നത്. അതുകൊണ്ട് സീറ്റ് എന്തായാലും നമുക്ക് കിട്ടും. എന്നെയും വിളിച്ചതാ പാട്ട് പാടാൻ. പക്ഷെ എനിക്ക് ഈ പാട്ട് കേട്ട അപ്പം കൂടെ ഡാൻസ് കളിക്കാൻ തോന്നുന്നു. ഇപ്പോഴത്തെ പാട്ടെല്ലാം സിനിമ പാട്ട് പോലെയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാട്ട് കേട്ടു, കുറെ ബഹളവും കൂടെ തൊള്ളാൻ കുറെ പിള്ളേരും. പണ്ടൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ ഭക്തർ എഴുതിയ പാട്ടുകൾ പാടുമ്പോൾ തന്നെ എന്തൊരു ആത്മശക്തിയായിരുന്നു. അന്നൊക്കെ ഒരു പാട്ട് പാടിയാൽ തന്നെ ദൈവിക സാന്നിധ്യം വെളിപ്പെടുമായിരുന്നു. അല്ലേലും പുതിയത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇതാണപ്പ തന്തവൈബ്. ഈ തന്തവൈബ് എന്ന് പറഞ്ഞാൽ എന്താ മോനെ? എന്റെ പൊന്നപ്പ, ഇത് പഴയ കാലമല്ല. നിങ്ങളൊക്കെ ജെൻ എക്സ് ജെൻ വൈയുമാണ്, ഞങ്ങളൊക്കെ ജെൻ സി ആണ്. ജെൻസി UK പോയില്ലേ? ആ ജെൻസി അല്ലപ്പ. അതായത് 70s 80s ജനിച്ചവരാണ് ജെൻ എക്സും ജെൻ വൈയും. ഞങ്ങളൊക്കെ 2K കിഡ്സ് ആണ്.
ഇതിന് ശേഷം വരുന്നത് ജെൻ ആൽഫ, ജെൻ ബീറ്റ. ഓ മതി മതി മതി, ഇങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങൾ? എനിക്കിതൊന്നും അറിയില്ല. അറിയില്ല. അതുകൊണ്ട് പണ്ടത്തെ പാട്ട്, പണ്ടത്തെ പ്രസംഗം, പണ്ടത്തെ വസ്ത്രം, പണ്ടത്തെ അതിര്, ഇതൊന്നും പറഞ്ഞ് 2K കിഡ്സിനടുത്ത് പോകണ്ട. കാലത്തിനൊത്ത് മാറണം. പണ്ടത്തെ അതിലൊന്നും മാറ്റരുത് മക്കളെ. ദൈവത്തെയും മനുഷ്യനെയും ബഹുമാനിക്കാൻ പഠിക്കണം. ദൈവത്തെ അല്ലപ്പാ, ഇന്ന് പറഞ്ഞാൽ പീപ്പിൾ പ്ലീസർ ആണല്ലോ. പീപ്പിൾ പ്ലീസറോ? അതെന്താ മോനെ? എന്ന് പറഞ്ഞാല് മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വരുന്നവര്. പിന്നെ കുറെ സൺഡേ ടൂറിസ്റ്റ്. അതൊക്കെ ആരാ മോനെ? സൺഡേ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാല് മാസത്തിൽ 1-2 മാസം കൂടുമ്പോഴോ വരുന്നവരില്ലേ. ഇനി ഒരു കൂട്ടരുണ്ട്, സൺഡേ ഫീവേഴ്സ്. ഇവർക്ക് മൺഡേ ടു സാറ്റർഡേ ജോലിക്ക് പോകും, പക്ഷെ സൺഡേ പനിയാണെന്ന് പറഞ്ഞ് വരില്ല. അടുത്തത് സൺഡേ സ്കിപ്പേഴ്സ് ആണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് മുങ്ങും. നിനക്കറിയാത്തൊരു കൂട്ടർ കൂടെയുണ്ട്, സൺഡേ സെയിൻസ്. ഞായറാഴ്ച മാത്രം അവർ വിശുദ്ധരായിരിക്കും. ഇങ്ങനെയുള്ളവരല്ല ദൈവത്തിന് ആവശ്യം. ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ശമൂവേലിനെയാണ് ദൈവത്തിന് ആവശ്യം. അപ്പാ അത് പറഞ്ഞപ്പോഴോ ഓർത്തെ, കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഗസ്റ്റ് പാസ് ഉണ്ടായിരുന്നു. അപ്പാ നാരായണിക്ക് വന്നില്ലായിരുന്നല്ലോ. അന്ന് നമ്മുടെ പിള്ളേരെ SC അല്ലായിരുന്നു. ചാക്കൊച്ചൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാനും വന്നില്ലായിരുന്നു. ചുമ്മാ പിള്ളേരുടെ പാട്ടും ഡാൻസും. പാസ്റ്റർ വന്നിട്ട് വല്ല ദൂതും പറഞ്ഞായിരുന്നോട്. തലമുറകൾ വല്ല തെറ്റും ചെയ്താൽ അവരെ ഉപദേശിക്കാൻ എല്ലാവരും ഉണ്ട്. എന്നാൽ അവരെ ആത്മീയമായി സപ്പോർട്ട് ചെയ്യുവാനോ അതിൽ വളർത്തുവാനോ ആരും തന്നെ തയ്യാറാകുന്നില്ല. നിന്നോട് തർക്കുത്തരം പറയാനല്ല ഞാൻ പറഞ്ഞത്. പാസ്റ്റർ പ്രസംഗം എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. കഴിഞ്ഞ മാസം വന്ന ഗസ്റ്റ് പാസ്റ്റർ എന്തോ കഥ മാത്രം പറഞ്ഞു പോയില്ലേ? ഇങ്ങനെ വല്ലതും ആയിരുന്നു? അല്ലപ്പാ, അത് ഡയറ്റ് സ്പീച്ച് ആയിരുന്നു. കുറച്ച് ചോറും കൂടുതൽ കറിയും പോലെ, കുറച്ച് വചനം കൂടുതൽ കഥ. അങ്ങനെയും കുറെ ആൾക്കാരുണ്ടല്ലോ. മുന്നേ പറഞ്ഞ പീപ്പിൾ പ്ലീസർ. പക്ഷെ ഇത് നല്ല പ്രസംഗമായിരുന്നു. നമ്മളൊക്കെ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണമെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്നിട്ട് ആരെങ്കിലും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയോ? പാസ്റ്ററുടെ പ്രസംഗം കഴിഞ്ഞ NSA മീറ്റിംഗ്. അന്ന് നമ്മുടെ ഒരു സഹോദരി വന്ന് ശിശുക്കളെ പോലെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക. നല്ല അടിപൊളിയായിരുന്നു. ഓഹോ, ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളും യൗവനക്കാർ പോലും നാണിച്ച് മാറി നിൽക്കുമ്പോൾ ദൈവസേനയിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ സഹോദരി തയ്യാറായെങ്കിൽ അവരുടെയൊക്കെ പേര് ദൈവം ഓർത്തു വെക്കും. എന്തായാലും ആ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പ 3 ആഴ്ചയെ സാക്ഷ്യം പറഞ്ഞിട്ട് ഇന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഗസ്റ്റ് പാസ്റ്റർ കാണും, അല്ലെങ്കിൽ SCA. ഇന്ന് 3rd വീക്കല്ലേ. ഇന്ന് നമ്മുടെ ആരാധന കഴിയുമ്പോൾ അടുത്ത ആളുകൾ കയറാൻ നോക്കിയിരിക്കുമായിരിക്കും. നമുക്ക് മാത്രം എന്തിനാ ഇത്രയും ചർച്ചകൾ? നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആരാധിച്ചാൽ ദൈവം കേൾക്കില്ലേ? അതാകുമ്പോൾ ആവശ്യത്തിന് സമയം കിട്ടുകയും ചെയ്യുമല്ലോ. ആത്മാക്കളെ നേടുന്നവർക്കല്ലേ കിരീടം, അല്ലാതെ ഏറ്റവും കൂടുതൽ ചർച്ച പണിയുന്നവർക്കല്ലല്ലോ. ഇസാക്കെ, ചിലത് പാറമേൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു എന്ന് നീ കേട്ടിട്ടില്ലേ? അതിൽ നല്ല നിലത്ത് വീണവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ മറ്റാരെയും നമ്മുടെ കൂടെ കൂട്ടാറുമില്ല, നമ്മുടെ കൂടെ ആരും വരാറുമില്ല. അതുമാത്രമല്ല, മദ്യത്തെക്കാൾ ലഹരിയായ മറ്റു പലതുമുണ്ട്. സ്ഥാനം, മാനം, ഞാനെന്ന ഭാവം. ഇവരെ കിട്ടുന്ന അംഗീകാരം മറ്റു സ്ഥലങ്ങളിൽ കിട്ടുമോ എന്നുള്ള ഭയം. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തുടരുന്നത്. അപ്പ അല്ലെ തന്നെ ഇപ്പൊ നമ്മുടെ സഭയിൽ ആളുകൾ കുറവാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സഭ വളരാത്തത്? മോനെ, ഒന്നുകിൽ പുതിയ വിശ്വാസികൾ വരണം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ജോലി മാറി വരുന്നവരുണ്ടാകണം. അതുമല്ലെങ്കിൽ സഭയിൽ കുടുംബങ്ങളിൽ പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കണം. ഇപ്പോൾ ഉള്ളവർ തന്നെ മഞ്ഞു പെയ്യുന്ന വാക്തത്വ നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇംഗ്ലീഷ് ചർച്ചിൽ ആൾക്കാർ കൂടുന്നുണ്ടല്ലോ. ഇംഗ്ലീഷ് ചർച്ചിൽ ആഫ്രിക്കയിൽ നിന്നുള്ള പുതിയ വിശ്വാസികൾ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നും UK പോകുന്ന പോലെയാണ് ആഫ്രിക്കയിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരുന്നത്. അവിടെ കുറെ ആളുകളെ വേറെ ഒരു ഇടയിൽ കൊണ്ടുപോയി നടന്നല്ലോ. അത് കൊണ്ടുപോയതല്ല, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കൊടുത്തതാണ്. പലരും ഇവിടെ നിന്ന് യൂറോപ്പിലോട്ട് കുടിയേറിയല്ലോ. അപ്പ നമ്മളെന്തുകൊണ്ട് ഇവിടെ നിന്ന് പോകാത്തത്? നമ്മുടെ രൂത്ത് അമ്മാവിയോട് പറ്റുന്നത് പോലെ ദൈവസഭയുടെ സ്നേഹം കൊണ്ടാണ് നമ്മൾ പോവാത്തത്. അത് മാത്രമല്ല, ഈ പോയവരൊക്കെ ഭാര്യമാർ നേഴ്സായിരുന്നു. നിന്റെ അമ്മ നേഴ്സല്ല. ഇവിടെ ബാക്കിയുള്ള ചിലരുടെയും അവസ്ഥ ഇതാണ്. പിന്നെ രൂത്ത്, അമ്മാവിയമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോണു. എന്തായാലും നിനക്കൊരു പെണ്ണിനെ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കുന്നതൊക്കെ കൊള്ളാം. നല്ല കുടുംബമായിരിക്കണം, അത്യാവശ്യം വിദ്യാഭ്യാസം വേണം, കാണാനും നല്ലതായിരിക്കണം. നിനക്കൊരു ടീച്ചറെ നോക്കട്ടെ. ടീച്ചറെ വേണ്ട, ടീച്ചറെ പണ്ടേ എനിക്ക് പേടിയാണ്. എന്നാ പിന്നെ ആരെ വേണം നിനക്ക്? ഡോക്ടറോ, എഞ്ചിനീയറോ, എയർ ഹോസ്റ്റസോ? അതൊന്നും വേണ്ടപ്പാ. എന്നാ പിന്നെ സുശേഷ താല്പര്യമുള്ള ഒരു യുവതി നോക്കട്ടെ. അപ്പ എനിക്ക് തന്നെ ജോലിയില്ല. കഴിഞ്ഞ ദിവസം വന്ന പാസ്റ്റർ ദൂത് പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം കഴിഞ്ഞ് മഞ്ഞ് പെയ്യുന്ന രാജ്യത്തേക്ക് അയക്കണമെന്നാണ്.
ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടണമെങ്കിൽ ഒരു ചെറിയ ബിസിനസിനെ കിട്ടി വല്ല യൂറോപ്പിലും പോകണം. അല്ലെ അപ്പയെ പോലെ ഇവിടെ കിടന്ന് പോസ്റ്റ് ആകണമെന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എലയാസ് ബ്രോയെ വിളിച്ചു പറ, ഒരു നേഴ്സിനെ നോക്കിയാൽ മതി എന്ന്. മോനെ, ഞങ്ങളുടെയൊക്കെ കാലത്ത് ദൈവിക ആലോചന ചോദിച്ചും അപ്പനും അമ്മയും കൊണ്ടുതരുന്ന ബന്ധങ്ങൾ മതി എന്ന് വെച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ. ഇപ്പോഴെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമല്ലോ. അപ്പ പണ്ടത്തെ കാര്യം പറഞ്ഞെന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല. അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരു കാലം ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. ഇന്നുമുണ്ടല്ലോ കാത്തിരിപ്പ് പ്രാർത്ഥന. ഇന്നത്തെ കാത്തിരിപ്പ് എന്താ? ജോലി മേടിക്കാനും വിവാഹം കഴിക്കാനും വീട് പണിയാനും ഒക്കെ. മണ്ണെ പ്രതി മാണിക്യം വേണ്ടെന്ന് പാടിയ പലരും ഇന്ന് കൊട്ടാരങ്ങൾ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നു. വിശ്വാസം പഠിപ്പിക്കേണ്ടവർ വരുന്ന തലമുറകൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും മതിയാകാതെ വീണ്ടും വീണ്ടും കളപ്പുറകളിൽ കൂട്ടിവെക്കുന്നു. എന്നിട്ട് അവർ ഇങ്ങനെ തന്നെ പ്രസംഗിക്കുന്നു, മൂഢ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിന് നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും? അപ്പ നമുക്ക് ഈ സഭയിൽ നിന്ന് മാറിയാലോ? നല്ല നല്ല എത്രയോ സഭകളുണ്ട്. നമുക്ക് എഫെസസിൽ പോയാലോ? മോനെ, എഫെസോസ് നല്ലതാ, പക്ഷെ അവിടെ പണ്ടത്തെ പോലെ ആദ്യ സ്നേഹമൊന്നുമില്ല. എന്നാൽ നമുക്ക് നമ്മുടെ സ്മുർണ ദൈവസഭയിൽ പോകാം. പിന്നെ സ്മുർണ, അവിടെ അങ്ങ് കഷ്ടവും ദാരിദ്ര്യവും പിന്നെ കുറെ ധനന്മാരും, അതും നമുക്ക് ശരിയാവില്ല. ലാലി സിസ്റ്റർ പോകുന്ന പെർഗമോസ് ആയാലോ? പെർഗമോസിലെ സഭയുടെ കാര്യം പറഞ്ഞാലോ? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലിയാമിന്റെ ഉപദേശമാണ് അവിടെ ഉള്ളത്. എന്നാൽ നമ്മുടെ മോനത്തെ പാസ്റ്റർ സഭയില്ലേ, തൊയ്തയില, അവിടെ പോകാം. ഓ, അവിടെ ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ ഇസബൽ എന്ന സ്ത്രീയാണ്. സർദീസ് ആയാലോ അപ്പ? ഓ, സദസ്യ സഭയുടെ കാര്യം പറഞ്ഞാലോ? ഒരു ജീവനില്ലാത്ത സഭയാണ്. എന്നാ പിന്നെ ഫിലദൽഫിയ പോകാം, പക്ഷേ കുറച്ച് ദൂരം കൂടുതലാണ്. ആ, ദൂരം കൂടുതലാണെങ്കിൽ പിന്നെ അത് നോക്കണ്ട നമുക്ക്. എനിക്കിനി അറിയാവുന്നത് ലവോദിക്ക സഭ മാത്രമാണ്. ലവോദിക്ക സഭയുടെ കാര്യം, അവിടെയുള്ളവർ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അവിടെ പോയാൽ നമ്മുടെ അവസ്ഥ അതുപോലെ തന്നെയാകും. പിന്നെ എവിടെ പോയാലും അപ്പ നമുക്ക് പണ്ടത്തെ പോലെ നല്ല കാലം കിട്ടുന്നേ? മോനെ ഇസാക്കെ, ആത്മീയ ലോകത്ത് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിലെ കുറ്റം കാണാതെ സഭയിലെ ദേവദാസന്മാരെയോ ദൈവസഭയെയോ കൂടെ ആരാധിക്കുന്ന ദൈവമക്കളെയോ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ള സഭയിലേക്ക് പോകുന്നവരാണ്. സഭയിലോ പാസ്റ്ററോ കൂടെ ആരാധിക്കുന്ന ദൈവമക്കളോ അല്ല മാറേണ്ടത് നാം ഓരോരുത്തരുമാണ്. പ്രിയമുള്ളവരെ, നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ ഓരോരോ വ്യക്തികൾ എഴുന്നേറ്റ് അവരുടെ മതിൽ പണിതതുപോലെ നാം ഓരോരുത്തരും നമ്മെയും ദൈവം നമുക്ക് തന്ന നമ്മുടെ കുടുംബങ്ങളെയും ദൈവവചനത്തിന് അനുസൃതമായി സത്യത്തിലും വിശുദ്ധിയിലും പണിയപ്പെടുന്നുവെങ്കിൽ, ഓരോ കുടുംബവും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവസഭ നീതിമാന്മാരുടെ കൂടാരങ്ങൾ പോലെയാകും. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നമ്മുടെ ദൈവസഭകളിൽ നിന്നുയരും. കാലത്തിനനുസരിച്ച് മാറാതെ ദൈവിക വിശ്വാസത്തെയും വചനത്തെയും മുറുകെ പിടിക്കുക. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.